മനസ്സിൽ പോലും ചിന്തിക്കാൻ പാടില്ല. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഒരു സംഭവം ഓർക്കുന്നു. ഒരിക്കൽ ഷനൗസിയ പള്ളിയിൽ ഒരു ജനാസ നിസ്കാരത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ബഗ്ദാദുകാരായ ഒരുപാട് പേർ എന്നെപ്പോലെ ജനാസ നിസ്കരിക്കാൻ കാത്ത് പള്ളിയിലിരിപ്പുണ്ട്. അതിനിടയിൽ ഉപാസകന്റെ ലക്ഷണമുള്ള ഒരു ഫക്കീർ ജനങ്ങളോട് വല്ലതും തരണേ എന്ന് ചോദിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ ഉള്ളാലെ ആലോചിച്ചു, ഇദ്ദേഹത്തിന് ജോലിയെടുത്ത് ജീവിച്ചുകൂടെ? അങ്ങനെയാണെങ്കിൽ ആളുകളോട് യാചിക്കേണ്ട കാര്യം ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്ന്. നിസ്കാരമൊക്കെ കഴിഞ്ഞു ഞാൻ വീട്ടിലെത്തി. അന്ന് രാത്രി എൻ്റെ പതിവുകളൊക്കെ തെറ്റി. എന്തൊക്കെയോ ഒരു പ്രയാസം നേരിട്ടു. ഒന്നും ചെയ്യാനാവാതെ ഞാൻ ഉറക്കം വരാതെയിരുന്നു. പിന്നീട് എപ്പോഴോ കണ്ണുകൾ അടഞ്ഞുപോയി. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ ആ ഫക്കീറിനെ നീട്ടിപ്പിടിച്ച ഒരു സുപ്രയിൽ കിടത്തി എൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നു. അഖദർ എന്നോട് പറഞ്ഞു, താങ്കൾ ഇദ്ദേഹത്തെ പറ്റി പരദൂഷണം പറഞ്ഞില്ലേ? ഇദ്ദേഹത്തിൻ്റെ മാംസം കഴിച്ചോളൂ. എനിക്ക് കാര്യം പിടികിട്ടി. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തെ പരദൂഷണം പറഞ്ഞിട്ടില്ല, മനസ്സിൽ ചിന്തിച്ചിട്ടേയുള്ളൂ. അപ്പോൾ ആരോ ഒരാൾ പറഞ്ഞു, താങ്കളെപ്പോലുള്ളവരിൽ നിന്ന് ഈ ചിന്ത പോലും പാടില്ല. അദ്ദേഹത്തോട് പോയി മാപ്പ് അപേക്ഷിക്കൂ. നേരം വെളുത്തപ്പോൾ ഞാൻ അദ്ദേഹത്തെ തേടി അലഞ്ഞു. ഒടുവിൽ കണ്ടെത്തി. ആളുകൾ പച്ചക്കറി കഴുകുമ്പോൾ ബാക്കിയാകുന്ന ഇലകൾ വെള്ളത്തിൽ നിന്ന് പൊറുക്കിയെടുക്കുകയാണ് അദ്ദേഹം. വെള്ളം ഓളം തള്ളുമ്പോൾ ഇലകൾ വെളിപ്പെടുന്നു. ഉടനെ അദ്ദേഹം അത് പൊറുക്കിയെടുക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് സലാം പറഞ്ഞു. സലാം അടക്കിക്കൊണ്ട് ഉടനെ അദ്ദേഹത്തിൻ്റെ ചോദ്യം, ഇനി ആവർത്തിക്കുമോ അബുൽ ഖാസിമേ? ഞാൻ പറഞ്ഞു, ഇല്ല. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്കും നമുക്കും പുറത്തു തരട്ടെ. ഇവിടെ നമ്മൾ ചിന്തിക്കാനുണ്ട്. ഓരോ വ്യക്തിയും ചെയ്യേണ്ടത് സ്വന്തം ന്യൂനതകളെ കണ്ടെത്തി അത് പരിഹരിക്കുകയാണ്. അതിനുവേണ്ടി സ്വന്തം ജീവിതത്തെ എപ്പോഴും ചികഞ്ഞുകൊണ്ടിരിക്കണം. ന്യൂനത കണ്ടെത്തി വിചാരണ ചെയ്തുകൊണ്ടിരിക്കണം. സ്വന്തം ന്യൂനത കണ്ടെത്തുന്നവന് അപരൻ്റേത് അന്വേഷിക്കാൻ സമയമുണ്ടാകില്ലല്ലോ. ഞാൻ ശരിയാണ് എന്ന അഹങ്കാരത്തിൻ്റെ തോതനുസരിച്ചാണ് മറ്റുള്ളവരെ വീക്ഷിക്കാൻ പ്രചോദനമുണ്ടാകുന്നത്. ആ പ്രചോദനത്തിൽ നിന്നാണ് ഗീബത്ത് അഥവാ പരദൂഷണം ജനിക്കുന്നത്. പരദൂഷണം ഖുർആനും ഹദീസും ശക്തമായി വിലക്കിയിട്ടുണ്ട്. അള്ളാഹു അവൻ്റെ സൃഷ്ടികൾ ബഹുമാനിച്ചിട്ടുണ്ട്. അവരെ വിലയടിച്ചു കാണിക്കുന്നത് അള്ളാഹുവിനൊരിക്കലും പൊരുത്തമല്ല. ഉള്ളത് പറയുന്നതെങ്കിൽ പോലും മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയുന്നത് ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉള്ളതാണ് പറയുന്നതെങ്കിൽ അത് പരദൂഷണവും, ഇല്ലാത്തത് പറയുന്ന പക്ഷം അത് ഗീബത്തും പച്ച കള്ളവും കൂടിയായി മാറും. അല്ലാഹു നമ്മെ ഇത്തരത്തിലുള്ള വേണ്ടാവൃത്തിയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ.